പരിശുദ്ധമായ മദീനയിൽ ചെന്നാൽ സയ്യിദുനാ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയെ എറിഞ്ഞ് കൊന്ന സ്ഥലം അവിടെ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒരാള് അന്യ സ്ത്രീയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ വിവാഹിതനാണെങ്കിൽ അയാളെ എറിഞ്ഞു കൊല്ലണം എന്നാണ് മസാല. നമ്മൾ അരവരെ കുഴിയിൽ ഇറക്കിയിട്ട് അരവരെ മണ്ണിട്ട് മരിക്കുന്നത് വരെ എറിഞ്ഞു കൊല്ലുക. ഇതാണ് റജ്മ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്നെ എറിഞ്ഞു കൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പിരാന്തായോ? എന്താണ് ഈ പറയുന്നത്? മഹാനവറുകൾ സമ്മതിക്കുന്നില്ല. ഒരു പുരുഷനും അന്യപുരുഷനും സ്ത്രീയും തമ്മിൽ ഇണചേർന്നു കഴിഞ്ഞാൽ 4 പുരുഷന്മാർ കണ്ടാൽ മാത്രമേ ആ കണ്ടവർ കോടതിയിൽ വന്ന് കേസ് ഫയൽ ചെയ്താൽ മാത്രമേ ഇസ്ലാമിക കോടതി അയാൾക്കെതിരെ വ്യഭിചാര ശിക്ഷ നടപ്പിലാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ചെയ്ത ആള് ഇഅ്തിറാഫ് ചെയ്യണം, അയാള് ഇഖ്റാർ ചെയ്യണം, അയാൾ ഏറ്റുപറയണം, ഞാൻ ചെയ്തു എന്ന് പറയണം. പിന്നെയും മഹാനായ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അദ്ദേഹത്തിന്റെ വായ കള്ള് വാസനിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അഥവാ വല്ല മദ്യലഹരിയും ഉപയോഗിച്ച് ലക്കില്ലാതെ പറയുന്നതാണെങ്കിലോ? സ്വഹാബികൾ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല നബിയേ, എല്ലാ കടമ്പകളും കഴിഞ്ഞ് മഹാനായ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ അവസാനം മദീനയിൽ എറിഞ്ഞു കൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹാനവറുകളുടെ തൗബ, മഹാനവറുകളുടെ ഖൽബിന്റെ ഉള്ളിൽ ഒരു തെറ്റ് സംഭവിച്ചതിന്റെ പേരിലുള്ള പശ്ചാത്താപം ഖിയാമം വരെ വരുന്ന ജനങ്ങളുടെ തൗബയേക്കാൾ വലുതാണ്. നിങ്ങൾ നോക്കൂ, എന്തിനായിരിക്കും മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആരും അറിയാത്ത രഹസ്യം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞിട്ട് മരണപ്പെടുന്നത് വരെ കൽച്ചീളുകൾ കൊണ്ടുള്ള ഏറ്റുവാങ്ങാൻ മഹാനവറുകൾ സന്നദ്ധനായത് അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ചുള്ള പേടിയാണ്, അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ചുള്ള പേടിയാണ്, നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്ന ബേജാറാണ്. അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. വിശുദ്ധമായ സൂറത്തുൽ ഫുർഖാൻ, ആ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ 12 അടയാളങ്ങൾ പറയുന്നുണ്ട്. തന്റെ ഇഷ്ടദാസന്മാരുടെ 12 അടയാളങ്ങൾ, അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. അതിൽ ഒരു അടയാളം എന്താണ്? വല്ലദീന യഖൂലൂൻ, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, അല്ലാഹുവേ നരകാഗ്നിയെ ഞങ്ങളെ തൊട്ട് തിരിച്ചു കളയണേ അല്ലാഹ്, നരകം അനുഭവിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടാവരുത് അല്ലാഹ്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما.
നരകത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് ഖറാമാണ്. ഖറാമാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. നരകശിക്ഷയെക്കുറിച്ച് അല്ലാഹ് പറയാണ്. നരകശിക്ഷ അത് ഖറാമാണ്. ഈ ഖറാമാറിനെ മനസ്സിലാവില്ല, കറാമാർ നമുക്ക് മനസ്സിലാവും. അല്ലെ, അയാൾക്ക് 16 റിയാൽ കറാം മുടങ്ങിയ നമ്മളെ തലയിൽ വന്നാൽ തിരിച്ചു പോകാത്ത ഒരു ഒഴിയാ ബാധയായി, അതിൽ നിന്ന് ഊരാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു കടബാധ്യത പോലെ ഒഴിയാ ബാധയായി നമ്മുടെ മൂർത്താവിനുണ്ടാകും നരകം. നരകത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ താൽക്കാലികമായോ സ്ഥിരമായോ താമസിക്കാൻ പറ്റൂലാത്. അതുകൊണ്ട് പടച്ചവനെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഇത് പറയുന്നവരാണ് ഇബാദുർ റഹ്മാൻ. ഇത് പറയുന്നവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ. നിങ്ങൾ ആലോചിച്ചു എന്തിനപ്പത് പറഞ്ഞു. നമുക്ക് റഹ്മത്തിന്റെ 10 വന്നുപോയി. ആയിക്കോട്ടെ. പിന്നെ മഗ്ഫിറത്തിന്റെ 10 ആയിക്കോട്ടെ ഉസ്താദേ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഇന്നത്തെ 10 നരകമോചനത്തിന്റെ 10 ആയിക്കോട്ടെ, വളരെ നന്നായി. നമുക്കിപ്പോ എല്ലാ കൊല്ലം വരുന്നാലേ നമുക്ക് വലിയൊരു ബേജാറില്ല. മായിസ് തങ്ങൾ പേടിച്ചു പോയി. മരിക്കുന്നത് വരെ കൽച്ചീലുകളെ കൊണ്ട് തുളഞ്ഞു കയറുന്ന കൽച്ചീലുകളെ കൊണ്ട് ഏറെ സഹിക്കാൻ ഏറ്റെടുക്കാൻ മഹാനവറുകൾക്ക് ആവേശമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ നിന്ന് ഒരാൾ മുഴുവൻ നരകയാതന അനുഭവിച്ചു, അയാളുടെ ജീവിതത്തിൽ ഒരു സമാധാനവും കിട്ടിയിട്ടില്ല, അയാൾക്കൊരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ആള് നാളെ ആഖിറത്തിൽ ഒരു സെക്കൻഡ് സ്വർഗീയ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും, എനിക്ക് ദുനിയാവിൽ വെച്ച് ഒരു ഇടങ്ങേറുമില്ലായിരുന്നു. ദുനിയാവിൽ ഒരു സുഖലോലുപനായി ജീവിച്ച ഒരാള് അയാൾക്ക് ദുനിയാവിൽ ഒരു ഇടങ്ങേറും ഉണ്ടായിട്ടില്ല. അയാൾ ജനിച്ചു വീണത് മുതൽ അയാള് ഫുൾ ലാവിഷാണ്, അയാൾ ഹാപ്പിയാണ്, അയാൾക്കൊരു ടെൻഷനും ഇല്ല. അങ്ങനത്തെ ആള് പരലോകത്തെ ശിക്ഷയുടെ ഒരു അണു അയാൾ അനുഭവിച്ചു പോയാൽ അയാൾ പറയും, എനിക്ക് ഇതുവരെ ഒരു സുഖം കിട്ടിയിട്ടില്ല. അത്രയും ഭയാനകമാണ് നരകം. അത്രയും ഭയാനകമാണ് നരകം. അതുകൊണ്ടല്ലേ നമ്മളിപ്പോ ചൊല്ലിയ ബൈത്ത് ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലിയതാണ്. 6-ാം വയസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കണ്ട മഹാൻ, 7-ാം വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കിയ മഹാൻ, 10-ാം വയസ്സിൽ മാലിക് തങ്ങളുടെ കിതാബുൽ മുവത്ത മനപ്പാഠമാക്കിയവർ, 15-ാമത്തെ വയസ്സിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഗവേഷണം ചെയ്യാൻ യോഗ്യതയുള്ള മഹാൻ ആ ശാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. ഇലാഹി എന്റെ പടച്ചോനെ, ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, സ്വർഗ്ഗത്തിന് ഞാൻ യോഗ്യനല്ല. നിങ്ങൾ ആലോചിച്ചു ആരായി പറയുന്നത്? ഇമാമുന ശാമുനഈ റളിയല്ലാഹു അൻഹു പറയാണ്, ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, സ്വർഗ്ഗത്തിന് അഹ്ലുകാരനെന്ന് മാത്രല്ല, വലാ അഖ്വാ അലാ നാരിൽ ജഹീം, എനിക്ക് പരലോകത്തെ നരകശിക്ഷ താങ്ങാൻ എനിക്ക് കഴിയൂല അല്ലാഹ്. വലാ അഖ്വാ, എനിക്ക് ശേഷിയില്ല അല്ലാഹ്. ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് ഇത് നരകമോചനത്തിന്റെ 10 നരകത്തെ കുറിച്ചുള്ള ബോധം നമുക്ക് വേണം. നമ്മൾ മനസ്സിലാക്കി നരകം എന്ന് പറഞ്ഞാൽ ഒരു കുഴിയും അതിൽ കുറച്ച് തീയുമാണെന്ന്. ഒരിക്കലുമല്ല. ചലിക്കാൻ ശേഷിയുള്ളതാണ് നരകം. തട്ടുകളുള്ളതാണ് നരകം. നമ്മുടെ ഭൗതികമായ ചിന്തകളെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത
കഴിയാത്തതാണ് നരകം. അതാ സഖർ എന്ന് പറയുന്നത് നരകമാ, വൈലെന്ന് പറയുന്നത് നരകമാ, ജഹന്നം എന്ന് പറയുന്നത് നരകമാണ്. എത്രയെത്ര നരകമാണ്, എത്രയും ഗൗരവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നോക്ക്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ നരകം കാക്കുന്ന മാലിക് എന്ന മലക്കിനോട് പറയാണ്. ആരാണ് മാലിക് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിഅ്റാജിന്റെ രാത്രിയിൽ ധാരാളം മലക്കുകളെ കണ്ടല്ലോ, ധാരാളം മലക്കുകളുമായി സംബോധനം നടത്തിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചിരിക്കാൻ അറിയാത്ത, ഗൗരവത്തിൽ മാത്രം അല്ലാഹു പടച്ച വിരൂപമായ രൂപമുള്ള നരകം കാക്കുന്ന മലക്കാണ് മാലിക്. ആ മാലിക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീൽ ചോദിക്കുകയാണ്, ദുനിയാവിലേക്ക് തീ വേണം, ഭൂമിയിലേക്ക് തീ വേണം, ഞാൻ അല്പം തീ എടുത്തോട്ടെ എന്ന്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഞാനൊരു കാരക്കയുടെ അത്ര തീ ദുനിയാവിലേക്ക് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ മാലിക് പറയാണ്, പിന്നെ ദുനിയാവിൽ വെള്ളമുണ്ടാകില്ല, ആകാശത്തു നിന്നും മഴ പെയ്യില്ല.